പ്രതിപക്ഷ ബഹളത്തിന്റെ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ ബഹളം തുടരുകയാണോ? സ്ഥിതിഗതികൾ ശാന്തമാക്കാനായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? അഞ്ജു, ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ബഹളം സഭയിൽ തുടരുക തന്നെയാണ്. പ്രതിപക്ഷാംഗങ്ങൾ എല്ലാവരും തന്നെ മുദ്രാവാക്യം വിളിയും അതോടൊപ്പം തന്നെ ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണം, അല്ലാത്ത പക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാശ്രയ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാരുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ സമര ദിവസം താൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ ആദ്യം കാണുന്നത് രണ്ട് ചാനൽ ക്യാമറകൾ ഓടി വരുന്നതാണ്. അതിന്റെ എതിർവശത്ത് നിന്നായിരുന്നു രണ്ട് സമരക്കാർ തനിക്കെതിരെ തന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കാനായി എത്തിയത്. ഇവരെ യൂത്ത് കോൺഗ്രസുകാർ എന്ന് പറയാൻ സാധിക്കില്ല, ചാനൽ ക്യാമറകൾ വാടകയ്ക്കെടുത്ത സമരക്കാരാണ് ഇവർ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി സമരക്കാർ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് ഇത്തരത്തിൽ ഒരു സമരക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതായിരുന്നു. ഇത്തരത്തിൽ തഴന്താർന്ന രീതിയിൽ ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരുവിൽ പ്രസംഗിക്കുന്നത് പോലെ സഭയ്ക്കകത്ത് സംസാരിക്കരുത്, സഭയ്ക്ക് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കാൻ തയ്യാറാകണം, അല്ലാത്ത പക്ഷം തങ്ങൾ സഹകരിക്കില്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. നേരത്തെ സ്വാശ്രയ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെയായി നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിനെതിരെ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇതിൽ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു. പ്രത്യേകിച്ചും പ്രകടനക്കാരുടെ ഭാഗത്ത് നിന്നായിരുന്നു വലിയ തോതിൽ പ്രകോപനമുണ്ടായത്. പോലീസ് പല രീതിയിലുള്ള സംയമനം പാലിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പോലീസിനെ പലയിടത്തും പ്രകോപിപ്പിക്കുകയായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ വഴിയാത്രക്കാരെ പോലും ആക്രമിക്കുന്ന തരത്തിൽ, വഴിയാത്രക്കാരെയും പോലീസുകാരെയും ആക്രമിക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിൽ 5 കേസും അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ ഓരോ കേസുകൾ വീതവും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊന്ന്, സമരക്കാർ ഈ വിഷയത്തിൽ സ്വാശ്രയ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഏതായാലും സർക്കാരിന് സാധിക്കില്ല. ഇതുമായി മുന്നോട്ട് പോകാൻ മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ചും അലോട്ട്മെന്റ് നടപടികളെല്ലാം പൂർത്തിയാകുന്ന ഒരു ഘട്ടം, പ്രവേശനം അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ കരാറുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നീറ്റ് മെറിറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശക്തമായ ഇടപെടലും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ജസ്റ്റിസ് ജെയിംസ് കമ്മിറ്റിക്ക് ഉൾപ്പെടെ ശക്തമായ പിന്തുണ ഈ വിഷയത്തിൽ സർക്കാർ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. മറ്റൊന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത്, കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിലർ ചുവന്ന മഷിക്കുപ്പിയുമായി എത്തി അത് തങ്ങളുടെ ഷർട്ടിൽ പുരട്ടി ഇത് തങ്ങളെ പോലീസ് ആക്രമിച്ചതാണ് എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള ലജ്ജാകരമായ നടപടികളാണ് സമരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു സമരമാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം പോലീസുകാരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാതെ പോലീസുകാരെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാം എന്നുള്ളതായിരുന്നു സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. ഏതായാലും ഇപ്പോഴും സഭയിൽ ശക്തമായ പ്രതിപക്ഷ ബഹളം തുടരുക തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ സബ്മിഷനുകളും ശ്രദ്ധ ക്ഷണിക്കലുകളും സ്പീക്കർ റദ്ദാക്കിയിട്ടുണ്ട്. സഭാ നടപടികൾ ഏതായാലും ഇപ്പോൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പിൻവലിക്കാതെ ഇതിൽ തങ്ങൾ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഷേധം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് സഭയിൽ സംസാരിക്കണം എന്ന് പറയാൻ, അത് നിഷ്കർഷിക്കാൻ തനിക്ക് കഴിയില്ല. അതുകൊണ്ട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് പ്രതിപക്ഷത്തിനോട് സ്പീക്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും സഭയിൽ ശക്തമായ പ്രതിപക്ഷ ബഹളം തുടരുക തന്നെയാണ്. അതിനിടയിൽ സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. അഞ്ജു, തീർച്ചയായും ഷീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷർട്ടിൽ മഷി പുരട്ടി അപഹാസ്യരാകുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇന്നലെ നാം ഒക്കെ കണ്ടത്. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ മുനയൊടിക്കുന്ന രീതിയിലുള്ള അതിശക്തമായ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിനെ ഏത് രീതിയിലാണ് പ്രതിപക്ഷം നേരിട്ടത്?
തീർച്ചയായും മഞ്ജു, ഈ രീതിയിലുള്ള മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത് തന്നെയാണ് വലിയ തോതിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ രാവിലെ ഇന്ന് നിയമസഭ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തര വേള മുതൽ തന്നെ വലിയ തോതിൽ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ബാനറുകളും പ്ലക്കാർഡുകളുമായാണ് ഇന്ന് പ്രതിപക്ഷം സഭയിലെത്തിയത്. ഇതിന് ചാനൽ ക്യാമറകൾ ഗാലറിയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സഭയിലെത്തിയത്. 8:30 മുതൽ 9:30 വരെയാണ് ചോദ്യോത്തരവേള. 9:30 ആവുമ്പോൾ ചാനൽ ക്യാമറകളെല്ലാം അവിടെ നിന്നും മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ 9:30-ക്ക് ശേഷം ഇവിടെ ബാനറുകളും പ്ലക്കാർഡുകളും ഒന്നും തന്നെ കാണാതായെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ആക്ഷേപിക്കുകയുണ്ടായി. ഇതിനു പുറമെയായിരുന്നു മഷിക്കുപ്പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ തങ്ങളെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, ദേഹത്ത് ചുവന്ന മഷി പുരട്ടിക്കൊണ്ട് മഷിക്കുപ്പിയുമായി എത്തി ഇത്തരത്തിൽ തങ്ങളെ ആക്രമിക്കുന്നു പോലീസ് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ലജ്ജാകരമായ നടപടികളാണ് സമരക്കാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതെല്ലാമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രതിഷേധം ഇരട്ടിയാക്കാൻ ഇടയാക്കിയത്. പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ എല്ലാം തന്നെയാണ് വലിയ തോതിൽ ഒരു പ്രതിഷേധത്തിനിടയാക്കിയത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതിഷേധം സഭയ്ക്കുള്ളിൽ തുടരുകയാണ്. ഷിജ, ഒപ്പം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നു. ഇതിന്റെ വിവരങ്ങൾ കൂടി തീർച്ചയായും ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നേരത്തെ തന്നെ ശക്തമായ പ്രതിപക്ഷ ബഹളം ആരംഭിച്ച ഒരു സാഹചര്യത്തിൽ സഭാ നടപടികൾ ശ്രദ്ധ സബ്മിഷനുകളും റദ്ദാക്കി സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്ന ഒരു നടപടി സ്പീക്കർ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും പ്രതിപക്ഷ ബഹളം ശക്തമായി തുടർന്ന ഒരു പശ്ചാത്തലത്തിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ഷീജ നൽകിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് നിർത്തിയിരിക്കുന്നു. ദേഹത്ത് മഷിപുരട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്വയം അപഹാസ്യരാകുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സഭയിൽ പ്രതിപക്ഷ ബഹളം. മുഖ്യമന്ത്രിയുടെ പരാമർശം സഭ രേഖകളിൽ നിന്നും നീക്കണമെന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി വിവരങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഷീജ ചേർന്നു. ഷീജ, ഇന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ബഹളമാണ് സഭയിൽ കണ്ടത്. എന്തൊക്കെയാണ് ഉണ്ടായത്? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ജു, സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തുടർച്ചയായ 2ാം ദിവസമാണ് ഇപ്പോൾ ഏതായാലും നിയമസഭയിൽ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വാശ്രയ കരാറിന്റെ ഫീസുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ സംസ്ഥാനത്തൊട്ടാകെ നടത്തിയ അവരുടെ മാർച്ചുകൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്ത് നിന്നും അതിക്രമമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയം. ഈ വിഷയത്തിൽ ആണ് ഇപ്പോൾ ഏതായാലും സഭ കലുഷിതമാവുകയും അതോടൊപ്പം തന്നെ സഭ പിരിയുന്ന ഒരു സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. ഇതിൽ പ്രധാനമായും ഷാഫി പറമ്പിലായിരുന്നു ഈ വിഷയം സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി അവതരിപ്പിച്ചത്. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും നരനാരായിട്ടാണ് ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ പോലീസിനെ പ്രകോപിപ്പിക്കുകയാണ് പ്രവർത്തകർ ചെയ്തതെന്നും വഴിയാത്രക്കാരെയും പോലീസുകാരെയും ഉൾപ്പെടെ അതിക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമരക്കാർ കടന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം കഴിഞ്ഞ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന ഘട്ടത്തിൽ അവർ 20-ാം തീയതി സമരം ആരംഭിച്ചു. 24-ാം തീയതി മുതലാണ് ഇത് സമരം അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് താൻ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന ഒരു ഘട്ടത്തിൽ താൻ കണ്ടത് 2 ചാനൽ ക്യാമറകൾ ഓടിവരുന്നു. അതിന് നേരെ എതിർവശത്ത് നിന്നും 2 സമരക്കാർ കരിങ്കൊടിയുമായി വരുന്നു. ഇത്തരത്തിൽ അവരെ സമരക്കാരെന്ന് പറയാൻ പോലും യൂത്ത് കോൺഗ്രസുകാരെന്ന് പറയാൻ പോലും സാധിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ചാനൽ ക്യാമറകൾ വാടകയ്ക്കെടുത്തവരാണ് ഇവർ എന്ന രീതിയിലും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെതിരെയാണ് ശക്തമായ ഒരു പ്രതിപക്ഷ ബഹളം നിയമസഭയിൽ ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറുപടി നൽകി. ഇത്തരത്തിൽ വാടകയ്ക്കെടുക്കേണ്ട ഒരു ആവശ്യം യൂത്ത് കോൺഗ്രസുകാർക്കില്ല, തങ്ങൾ ഡിവൈഎഫ്ഐക്കാരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇത്തരത്തിൽ തരംതാഴ്ന്ന രീതിയിൽ സമരക്കാരെ അധിക്ഷേപിക്കുന്ന ഒരു തരത്തിൽ മുഖ്യമന്ത്രി പ്രസ്താവന നടത്തരുത്, മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പിൻവലിക്കണം, അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കാതെ സഭാ നടപടികളുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നും വ്യക്തമാക്കി. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയത്തിലേക്ക് ഷാഫി അനൂപേ മറ്റത് പറയാം.
അതാ പറഞ്ഞു എന്നുള്ളത് വെരിഫൈ ചെയ്യാതെ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. സ്വാശ്രയ കരാറിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചിരിക്കുന്നു. ദേഹത്ത് മഷി പുരട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അപഹാസ്യരാകുന്നു എന്നുള്ള പ്രസ്താവന അത് പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുവജന നേതാക്കന്മാരെയും പോലീസ് ഭീകരമായി സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും മർദ്ദിച്ച വിവരമാണെന്ന് ഷാഫി പറമ്പിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് അമിതമായ കോഴ വാങ്ങാനും ഫീസ് വാങ്ങാനുമുള്ള അനുവാദം കൊടുത്തതിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും CR വൈസ് പ്രസിഡന്റ് മഹേഷും ഒരു നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത്. ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനും സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനും കുട്ടികൾക്ക് നേരെയുള്ള ക്രൂരമായ നരനായാട്ടിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് സഭാ സമ്മേളനങ്ങൾ തടസ്സപ്പെടുത്തണമെന്നുള്ള അങ്ങനെയുള്ള വലിയ നിർബന്ധമൊന്നുമില്ലാത്ത ഒരു മുന്നണിയാണ്. കഴിഞ്ഞ 13ാം ലോക്സഭയിൽ 237 ദിവസമാണ് സഭ സമ്മേളിച്ചത്. അസംബ്ലി അതിൽ സഭയുടെ നടുത്തളത്തിൽ വന്ന ഇടതുപക്ഷം സഭ തടസ്സപ്പെടുത്തിയത് 80 തവണയാണ്. 190 വാക്കൗട്ട് കഴിഞ്ഞ തവണ അവർ 5 വർഷക്കാലം നടത്തി. ഗവൺമെൻറ്റുമായും സഭാ നടപടികൾ നല്ല നിലയിൽ കൊണ്ടുപോകാനും സ്പീക്കറുമായി സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷം ക്രിയാത്മകമാകണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി എടുത്ത നിലപാട് തികച്ചും അപലപനീയമാണ്. മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു മുഖ്യമന്ത്രിയുടെ പദത്തിന് യോജിച്ചതായില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ വാടകയ്ക്ക് ആളിനെ കൊണ്ടുവന്ന് ചാനലുകാരുമായി ചേർന്ന് പത്രക്കാരുമായി ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഒത്തുകളിയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വാദം പത്രക്കാർക്കും അപമാനമാണ്, ഞങ്ങൾക്കും അപമാനമാണ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും MSF ആണെങ്കിലും യൂത്ത് ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ സമരരംഗത്ത് നിരന്തരമായി ഉറച്ചു നിന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. അങ്ങനെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകളെ അപമാനിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം തികച്ചും ദൗർഭാഗ്യകരമായി പോയി. ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. തന്നെയുമല്ല, അദ്ദേഹം വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. രേഖകൾ പരിശോധിക്കണം എന്ന് അതാണ് സ്പീക്കറോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ്. അദ്ദേഹം തെരുവിൽ ഉപയോഗിക്കുന്ന ഭാഷ സഭയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് പല മെമ്പർമാരും ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്പീക്കർ രേഖകൾ പരിശോധിച്ച് അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യപരമായ ഈ നടപടി ഒരു കാരണവശാലും പ്രതിപക്ഷം അംഗീകരിച്ചു കൊടുക്കില്ല. ഇവിടെ സ്വേച്ഛാധിപത്യ ഭരണമല്ല കേരളത്തിലുള്ളത്. അത് പിണറായി വിജയൻ പാർട്ടി കമ്മിറ്റിയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ സഭയിൽ പറയാൻ പാടില്ല. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. ഇത് പാർട്ടി സെക്രട്ടേറിയറ്റോ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയോ ഒന്നുമല്ല. നിയമസഭയ്ക്കകത്ത് പറയേണ്ട കാര്യങ്ങളെ പറയാവൂ. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം വളരെ ദൗർഭാഗ്യകരമാണ്. സ്വാശ്രയ മാനേജ്മെൻറ്റുകളുമായി ചേർന്ന് വൻ കൊള്ള കേരളത്തിൽ നടത്തിയ ശേഷം പ്രതിപക്ഷം അത് സഭയിൽ പോലും ഉന്നയിക്കുന്നതിനെ പരിഹസിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ട്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്, അത് കഴിഞ്ഞ് സ്പീക്കർക്കുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സ്പീക്കർ രേഖ പരിശോധിച്ച് സഭാ നടപടികൾക്ക് യോജിച്ചതല്ല എങ്കിൽ അത് പിൻവലിക്കാൻ സ്പീക്കർ തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നടന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒന്നടങ്കം ശക്തമായ പ്രതിഷേധമുണ്ട്. ഞാനും അത് രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളൊരിക്കലും തന്നെ ഇന്ന് സഭ സ്തംഭിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയെ ഉണ്ടായിരുന്നില്ല.
ഇന്ന് ആലോചിച്ചത് ഈ പ്രശ്നം ശക്തമായി ഉന്നയിക്കുക, ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കുക, അതിനുശേഷം വാക്കൗട്ട് നടത്തുക എന്നുള്ള അജണ്ടയെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. കാരണം ഇവിടെ മെഡിക്കൽ മോഹങ്ങളുമായി നടന്ന, പഠിക്കണം എന്ന മോഹങ്ങളുമായി നടന്ന പാവപ്പെട്ട ഒരുപാട് കുട്ടികൾക്ക് ആ മോഹം പൊലിഞ്ഞുപോയ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിരവധി ദിവസങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിരന്തരം മാനേജ്മെൻറ്റ് അവരെ പിടിവാശിക്ക്, ഈ സ്ഥാപനങ്ങളുടെ, സ്വാശ്രയ സ്ഥാപനങ്ങളുടെ അധിപന്മാരുടെ പിടിവാശിക്ക് വഴങ്ങിക്കൊടുക്കാതെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് അവസാനമാണ് എഗ്രിമെൻറ്റിലെത്തത്. നിങ്ങൾക്കൊക്കെ അത് ഓർമ്മ ഉണ്ടാവും. ഇത് കാര്യങ്ങൾ എളുപ്പം തീർന്നു. മാനേജ്മെൻറ്റിന് വളരെ ക്യാബിനറ്റ് സബ് കമ്മിറ്റി എടുത്ത് അങ്ങനെ നിരവധി തവണ ചർച്ച ചെയ്തിട്ട് അന്നൊക്കെ തീരുമാനം ഉണ്ടായിരുന്നു. ഇവിടെ ഇത് ആരോഗ്യമന്ത്രി തന്നെ സംസാരിച്ചു, കാര്യങ്ങൾ എളുപ്പം തീർന്നു. സത്യത്തിൽ ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ നമ്മൾ പെട്ടിരിക്കുന്ന ഒരു അബദ്ധത്തിലാണ് എന്ന ബോധം അവർക്കുണ്ട്. മിഥ്യാബോധത്തിൻ്റെ കാര്യമില്ല. ഗവൺമെൻറ് വളരെ വേഗം ഈ വിഷയത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുകയാണ് വേണ്ടിയത്. ഇത്ര വലിയ ഫീസ് കൊടുത്ത് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. ഒരു ഗ്രേഡിലുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അതൊരു ന്യായമായ വിഷയമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തി പിടിക്കുന്നത്. അവർ സുപ്രീം കോടതി വിധി കാക്കുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരു സമീപനം എടുത്താൽ മതിയല്ലോ, നമുക്കിത് ആലോചിക്കാം. നല്ല ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തപ്പോഴും അതുണ്ടായില്ല. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ, ഇതിൽ MSFൻ്റെ സമരം ഉണ്ടായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സമരപ്പന്തലിൽ പോയതാണ്. അതുപോലെ തന്നെ മറ്റ് പ്രക്ഷോഭ പരിപാടികൾ കണ്ടതാണ്. അത്ര വലിയ ഒരു അക്രമ സിറ്റുവേഷനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ശക്തമായ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് ഈ നിലയിലേക്ക് പോകേണ്ടിയിരുന്നില്ല. ഞങ്ങൾ പ്രതിപക്ഷം വളരെ സംയമനം പാലിച്ച് അതുപോലെ ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകളൊക്കെ നടക്കണം എന്നുള്ള സമീപനമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഭരണകക്ഷി കൂടി സഹകരിക്കാതിരുന്നാൽ പിന്നെന്ത് ചെയ്യാനാണ്? അതാണ് ഇന്നുണ്ടായത്. ഏതായിരുന്നാലും ശരി, ഈ ഒരു പ്രശ്നത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഫീസ് പുനഃപരിശോധന ഉണ്ടായല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ആവർത്തിച്ച് പറയാനും ഇന്നുണ്ടായ സംഭവങ്ങളിൽ വലിയ ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്താനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം. ഈ സ്വാശ്രയ സമരം വഷളാക്കുന്നത് സർക്കാരിൻ്റെ സമീപനം കൊണ്ട് മാത്രമാണ്. അത് ഇന്ന് നിയമസഭയിലും അത് പ്രകടമായി. ഇന്ന് ഈ വിഷയം ഇന്നലെ അത് ഉന്നയിച്ചു. ഇന്നലെ ഞങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ചർച്ചയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സർക്കാർ എടുത്ത സമീപനം എന്താണ് നിലപാട്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സന്ദർഭം ഉണ്ടായി. ഇപ്പോൾ പരിയാരം ഉൾപ്പെടെയുള്ള കോളേജുകളിൽ എന്തുകൊണ്ട് ഫീസ് കുറയ്ക്കാൻ കഴിയുകയില്ല എന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് വ്യക്തമായ ഒരു മറുപടി പോലും. മുഖ്യമന്ത്രിയുടെ മറുപടി മുഖ്യമന്ത്രി പദത്തിന് ചേരുന്നതല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷത്തെ അപമാനിക്കാനുള്ള ശ്രമം അത് ദൗർഭാഗ്യകരമായി പോയെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. തെരുവിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് സഭയിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ചതെന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമാണെന്നും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നു.